ബി ആർ എം ഷഫീർ, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ബി ആർ എം ഷഫീർ, ഇന്ന് സഭയ്ക്കകത്ത് ഈ 78 സെക്കൻഡിൽ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു തീർത്തതും മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ അദ്ദേഹം പൂച്ചെണ്ട് വാങ്ങി ബൊക്കെ വാങ്ങി അകത്തേക്ക് പ്രവേശിച്ചതും അദ്ദേഹത്തിൻ്റെ അതൃപ്തി മുഴുവൻ പ്രകടമാക്കിക്കൊണ്ടുള്ള പെരുമാറ്റവുമൊക്കെ ഈ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കേടും വിയോജിപ്പുമൊക്കെ പ്രകടമാക്കുന്നതായിരുന്നു. പക്ഷെ എന്നിട്ടും കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ ഒത്തുതീർപ്പ് നടന്നിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ മാത്രമല്ല, ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും കോൺഗ്രസിൻ്റെ ആക്ഷേപവും പരാതിയും ഇതിനെല്ലാം പിന്നിൽ ഒരു ഒത്തുതീർപ്പുണ്ടെന്നാണ്. നിങ്ങൾ എങ്ങനെ ഇതിനെ ന്യായീകരിക്കും? ഈ ആക്ഷേപത്തെ എങ്ങനെ ന്യായീകരിക്കും? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു നയപ്രഖ്യാപനം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ 1 മിനിറ്റും 17 സെക്കൻഡും എടുത്തുകൊണ്ട് യാതൊരു ബഹളവുമില്ലാത്തൊരു സഭയിൽ സഭയുടെ അന്തസ്സിന് നിരക്കാത്ത തരത്തിൽ ഗവർണർ ഒരു രാഷ്ട്രീയ ശക്തിയായി സ്വയം അവരോധിച്ചുകൊണ്ട് ഉള്ളടക്കത്തോട് പോലും യോജിക്കാതെ അസാധാരണമായ തൻ്റെ ശൈലിയിൽ അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിലൊന്നും ഇപ്പം നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും അങ്ങ് വായിച്ചു കളയണം, ഇത്ര പേജേ വായിക്കാവൂ എന്നൊന്നും ഒരിടത്ത് പറയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ സാങ്കേതികത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഗവർണറുടെ നടപടി സാങ്കേതികപരമായി ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ നോക്ക്, ഈ അടുത്ത കാലത്തായി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തിട്ടുള്ള സമീപനത്തിൻ്റെ ഒരു നയവ്യതിയാനം കാണണമെങ്കിൽ ഇന്ന് ഈ പറയപ്പെടുന്ന നയപ്രഖ്യാപന പ്രസംഗം നടത്തിയതിന് ശേഷം LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി അടിയന്തരമായി AKG സെൻറ്ററിൽ കൂടുകയുണ്ടായി. വേണമെങ്കിൽ അവർക്കത് നിഷേധിക്കാം, പക്ഷേ കൂടിയെന്നുള്ള കാര്യം സത്യമാണ്, മാധ്യമങ്ങൾ അറിഞ്ഞ കാര്യമാണ്. ഇതൊരു തിരിച്ചടിയല്ലെന്നും കടന്നാക്രമണമേ വേണ്ടെന്നും പുറത്ത് വിമർശനങ്ങളൊന്നും തന്നെ വേണ്ടെന്നും പ്രതിഷേധിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതില്ലെന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ യോഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞു. അതിനുശേഷം മുമ്പ് MP രാജേഷിനെ പോലുള്ള മന്ത്രിമാരും അതുപോലെ തന്നെ ഉള്ള മന്ത്രിമാരും MLA മാരുമെല്ലാം ഫേസ്ബുക്കിലൂടെ ഉൾപ്പെടെ കടന്നാക്രമണം നടത്തിയിട്ടുള്ള ഗവർണർക്കെതിരായുള്ള നിലപാട് ഇപ്പോൾ ബഹുമാനായ ശ്രീ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ മയപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂവുമായി മാത്രമല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ മകൾ ഈ അടുത്ത സമയത്ത് ഒരു ഊരാക്കുടുക്കിൽ പോയി പെട്ടു. മുഖ്യമന്ത്രി തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ നോക്കുകൂലിയും കൈക്കൂലിയൊന്നും വാങ്ങില്ല എന്ന് പറയെങ്കിൽ പോലും ആർത്തിയാണ് അധികാരത്തിൻ്റെ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുമെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾ പോയി പെട്ടു, മാസപ്പടിയിൽ പെട്ടു. കരിമണൽ കർത്തയുടെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കോർപ്പറേറ്റീവ് മന്ത്രാലയം 4 മാസക്കാലത്തേക്ക് അന്വേഷണം പ്രഖ്യാപിച്ചു. 4 മാസം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി. വേണമെങ്കിൽ വീണയെ അനുകൂലിച്ചുകൊണ്ട് റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കാം, ഇല്ലെങ്കിൽ വീണയെ ക്ലീൻ ചീട്ട് കൊടുത്തുകൊണ്ടും സമർപ്പിക്കാം. അതിനുള്ള ഒരു വടി അവിടെ ഇട്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾ നോക്കൂ, ഈ അടുത്ത കാലത്തായി നടന്ന 3-4 സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം, അപ്പോഴേ നിങ്ങൾക്ക് ഒത്തുതീർപ്പ് മണക്കുള്ളൂ. ഒന്നാമത്തെ സംഭവം, കേരളത്തിൽ നിങ്ങളേവർക്കും അറിയാവുന്ന പോലെ തന്നെ തൃശ്ശൂർ BJPക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ബാക്കി 19 സീറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കുന്നതിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചെല്ലാം നമ്മൾ നിരവധി വേദികളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ 24-ലും ചർച്ച ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, തൃശ്ശൂർ അവിടെ നിൽക്കട്ടെ, ഒത്തുതീർപ്പിൻ്റെ അവസ്ഥയിൽ അവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം നമ്മൾ അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി 17-ന് LDFിൻ്റെ കൺവീനർ EP ജയരാജൻ പരസ്യമായി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കെതിരായി കേന്ദ്ര സർക്കാരിനെതിരായി ഡൽഹിയിൽ പ്രതിപക്ഷത്തെ ഉൾപ്പെടെ വന്നാൽ കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ഞങ്ങൾ ജനകീയ പ്രതിരോധ സദസ്സ് സംഘടിപ്പിക്കും. അഥവാ കേന്ദ്രത്തിനെതിരായി തുറന്ന യുദ്ധപ്രഖ്യാപനമായിരുന്നു. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ശ്രീ ബിനോയ് വിശ്വത്തിന് കൊടുത്ത കത്ത് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഫെബ്രുവരി 18-ൻ്റെ സമ്മേളനം അതൊരു പൊതുസമ്മേളനമായി ചുരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സമരമൊന്നുമില്ല കേട്ടോ, ഒരു സമ്മേളനം നടത്തി കാര്യങ്ങൾ പറയും. ഭരണഘടനാ സംരക്ഷണ സമ്മേളനം ഒരു കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭം എന്നതുപോലും മാറ്റി, സമരം എന്ന വാക്കേ മാറ്റി, കേന്ദ്രത്തിനെതിരായ യുദ്ധപ്രഖ്യാപനം എന്ന വ്യാഖ്യാനത്തിന് പോലും ഇട നൽകാത്ത വണ്ണം ഒരു പൊതുസമ്മേളനമായിട്ട് അതങ്ങ് മാറ്റിയിരിക്കുകയാണ്. അഥവാ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ അതിൻ്റെ കട്ടി ഒന്ന് കുറഞ്ഞു. അതാണ് ഒന്നാമത്തെ കാര്യം. 2, നിങ്ങൾ ഇന്ന് തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിച്ചാലും വായിച്ചില്ലെങ്കിലും സഭയുടെ മേശപ്പുറത്തുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, ഈ
പേജ് നമ്പർ 23, 24, 25 കേന്ദ്രവുമായി ബന്ധപ്പെട്ട് 1-2 പരാമർശങ്ങളെങ്കിലും പറഞ്ഞിട്ടുള്ളത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. സാമ്പത്തിക പ്രയാസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കേന്ദ്രം ഞങ്ങളെ ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ നയങ്ങൾ പണം തരാതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊരു വാചകം അതിനകത്തുണ്ടോ നോക്ക്. ഇല്ല. സാമ്പത്തിക അസമത്വം കേന്ദ്രവും തമ്മിൽ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ, കേന്ദ്രം ഞങ്ങളുടെ വിഹിതം വെട്ടിക്കുറച്ചു എന്നൊക്കെ പറയുന്നതല്ലാതെ, നിങ്ങൾ എവിടെയെങ്കിലും വായ്പാ പരിധി വെട്ടിക്കുറച്ചു എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു പ്രക്ഷോഭത്തിൻ്റെ നാന്ദി കുറിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാചകം ഈ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് സമരം തന്നെ നടത്തിയാലേ തീരൂ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒഴുക്കൻ മട്ടിൽ പറയുന്നതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ ശ്രീ ഗോപി. ഇല്ല, കാണത്തില്ല. നിങ്ങൾ നോക്കൂ. സാധാരണ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ശ്രീ പ്രകാശൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നയപ്രഖ്യാപന പ്രസംഗത്തിൽ അതൊക്കെ എഴുതി വായിക്കണോ? അതൊക്കെയാണോ നയപ്രഖ്യാപന പ്രസംഗം? മുമ്പ് കൊടുത്ത വാഗ്ദാനങ്ങളും ചെയ്തതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചില അന്തം കമ്മികൾക്ക് ചിലപ്പോൾ അത് വലിയ സന്തോഷമായിരിക്കും. അങ്ങനെയല്ലല്ലോ ശ്രീ പ്രകാശൻ. നിങ്ങളുടെ തൊട്ട് മുമ്പത്തെ നയപ്രഖ്യാപന പ്രസംഗം എടുക്കുക. കഴിഞ്ഞ 7 കൊല്ലത്തിനിടയിൽ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള 4 നയപ്രഖ്യാപന പ്രസംഗങ്ങൾ വേണമെങ്കിൽ ഞാൻ എടുക്കാം. ആ 4 നയപ്രഖ്യാപന പ്രസംഗങ്ങളിലും നിങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ കേന്ദ്രത്തിനെതിരായി നിങ്ങൾ ഒളിയമ്പ മാത്രമല്ല, നേരിട്ട് പ്രത്യക്ഷ യുദ്ധമായിരുന്നു. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നയത്തിനെതിരായി, കേന്ദ്രത്തിൻ്റെ കാവ്യവൽക്കരണ വിദ്യാഭ്യാസ മേഖലയ്ക്കെതിരായി, കേന്ദ്ര ഗവൺമെന്റിന്റെ ഓർഡിനൻസ് രാജിനെതിരായി, കേന്ദ്രവും ഗവർണറും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തെ സംബന്ധിച്ച്, കേന്ദ്രം നിങ്ങളെ വല്ലാതെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം 3-4 നയപ്രഖ്യാപനങ്ങളിൽ പറഞ്ഞ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ നയപ്രഖ്യാപനത്തിൽ ഇതൊന്നും കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്ക്. ഡൽഹി സമരം സമ്മേളനമായിട്ട് മാറ്റുന്നു. ഏറ്റവും അടുത്ത് നടന്ന DYFI 7 കൊല്ലത്തിനിടയിൽ നടത്തിയ ഏക സമരം എന്ന് പറയുന്നത്, അഥവാ അവരാകെ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയൊരു സമരം മനുഷ്യ ചങ്ങലയാണ്. ശരിയാണ് സാർ. 1988-ലോ 89-ലോ ഒരു സമ്മേളനം നടന്നു. ശ്രീ M. വിജയകുമാറാണ് നിങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ. അന്നുൾപ്പെടെ സഖാവ് EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് കൈകൾ കോർത്ത് പിടിച്ചതാണ് നിങ്ങളുടെ മനുഷ്യ ചങ്ങല. എന്റെ ചോദ്യം, DYFI കേന്ദ്രത്തിനെതിരായി ഒരു മനുഷ്യ ചങ്ങല പിടിക്കുമ്പോൾ നിങ്ങളുടെ കേരളത്തിൽ നിന്നും കേന്ദ്ര പ്രക്ഷോഭം പ്രഖ്യാപിക്കപ്പെട്ട നിങ്ങളുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി എന്തേ മനുഷ്യച്ചങ്ങലയിൽ ഒന്ന് വന്ന് കയറിയില്ല? എന്തേ മനുഷ്യച്ചങ്ങല ഉദ്ഘാടന വേദിയിൽ വന്നില്ല? എന്തായിരുന്നു മനുഷ്യച്ചങ്ങലയിൽ അണിചേരുന്നതിൽ നിന്നും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും പ്രത്യക്ഷത്തിൽ തന്നെ മാറ്റി നിർത്താൻ സംസ്ഥാനത്തിലെ ഉന്നതന്മാരായിട്ടുള്ള CPM-കാർ മാറി നിന്ന് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? ഉത്തരം വളരെ ലളിതമാണ്. ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരായ യുദ്ധത്തിന് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ഏതൊക്കെ കുട്ടികൾ ചില വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യച്ചങ്ങല പിടിച്ചു എന്ന് വരുത്താനാണ്. നിങ്ങൾ നോക്കൂ. ഏറ്റവും അവസാനം വിമാനത്താവളത്തിൽ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ പാർട്ടിയും അവരുടെ മുന്നണിയും അവരുടെ ഗവൺമെന്റും തീരുമാനിച്ചത് ശ്രീ രാജീവ് പോകണമെന്നുള്ളതാണ്. മന്ത്രി രാജീവ് പോയി സ്വീകരിക്കും. തിരിച്ചു പോകുമ്പോഴും പ്രോട്ടോകോൾ ആ ചാർജുള്ള മന്ത്രി എന്ന നിലയിൽ രാജീവ് പോയി സ്വീകരിക്കും. രാജീവ് തന്നെ യാത്രയും വെക്കും. നിങ്ങൾ നോക്കൂ. നരേന്ദ്രമോദി അവിടെ വന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഒരു കൊച്ചു പരിപാടി കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്തൊരു പരിപാടിക്കാണ്, ഒരു വലിയ പരിപാടിക്കാണ് അദ്ദേഹം വന്നത്. പിന്നെ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. നേരിട്ട് പോവുകയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കാൻ. വൈകുന്നേരം എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോകുമ്പോഴും മുഖ്യമന്ത്രി വീണ്ടും പോവുകയാണ് യാത്രയാക്കാൻ, കൈകളും കോർത്ത് പിടിച്ചുകൊണ്ട്. നിങ്ങൾക്കറിയോ, ജ്യേഷ്ഠാനുജന്മാരെ പോലെ നിൽക്കുന്ന മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ഇനി അടുത്തൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ ഭാരത് ജോഡോ യാത്രയുടെ സമാപനം കശ്മീരിൽ നടന്നു. ആ കശ്മീരിലെ സമ്മേളനത്തിൽ നിന്നും സീതാറാം യെച്ചൂരി പോകുന്നതെന്നും എതിർത്താരെന്നറിയോ? ഇതേ പിണറായി വിജയനാണ്. നിങ്ങൾക്കറിയോ, ഇന്ത്യ മുന്നണിയിൽ CPI പോലും കോർഡിനേഷൻ കമ്മിറ്റിക്ക് ആളിനെ വിട്ടു. ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് വെച്ചാൽ ഇല്ല. ഇന്ത്യ മുന്നണിയിലെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ഒരു മെമ്പറെ പോലും അയക്കാതെ സീതാറാം യെച്ചൂരിയെ തടഞ്ഞതിൻ്റെ പുറകിലും പിണറായി വിജയന്റെ RSS അജണ്ടയാണ്. ഇവിടെ വളരെ വ്യക്തമാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ. തൃശ്ശൂരിൽ ജയിപ്പിച്ചു കൊടുത്തിട്ടായാലും ശരി തന്നെ, ഞങ്ങൾക്കൊരു 10-12 MP-മാരുണ്ടാവണം. കോൺഗ്രസിന്റെ കൈപ്പത്തിൽ ജയിക്കുന്ന MP-മാരുടെ എണ്ണം കുറയണം. ഗവർണർ എന്തോ പറഞ്ഞോട്ടെ, ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ യുദ്ധത്തിനില്ല. ആരെങ്കിലും യുദ്ധത്തിന് ഇറങ്ങിയാലോ ഞങ്ങൾ നേരിട്ട് വരില്ല. അഥവാ DYFI ഇറങ്ങിയാലും ഞങ്ങളില്ല. ഇതൊരു അടവ് നയമാണ്. ഗവർണർ പരിധി വിട്ടു എന്ന് ഇന്ന് പറയേണ്ടതാരാ? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന CPM-ന്റെ സെക്രട്ടറിയാണ്. പറഞ്ഞതാരാ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. ഇനി എന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം എന്ന് പറഞ്ഞു തരാം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞങ്ങൾ ഈ ഗവർണർക്കെതിരായി ഈ പറയപ്പെടുന്ന പ്രകാശന്റെ പാർട്ടി ഭരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഈ ഗവർണറുടെ ചില നയങ്ങൾക്കെതിരായി ഞങ്ങൾ പ്രമേയം കൊണ്ടുവന്നു.
പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല. എന്താ പ്രമേയം? ആരിഫ് മുഹമ്മദ് ഖാനെ പിൻവലിക്കണം. വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റീസണാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ കേന്ദ്രം പിൻവലിക്കണം. അയാളിൽ നിയമസഭ അവിശ്വാസം രേഖപ്പെടുത്തുന്നു. പ്രമേയമാണ്. AK ബാലന്റെ പുറകെ കൂടി നിർത്തി. അന്ന് നിയമമന്ത്രിയായ AK ബാലൻ പയ്യെ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ആ പ്രമേയത്തെ വീറ്റോ ചെയ്തു. പ്രമേയത്തെ വോട്ടിനിടാതെ മരവിപ്പിച്ചു. ആരാ മരവിപ്പിച്ചത്? ഇതേ ഗവർണറെ സംരക്ഷിക്കാൻ. ആര്? പിണറായി വിജയൻ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ചക്കളത്തി പോരാട്ട. ഇതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഗവർണർക്ക് RSSന്റെ